ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ ഹിലാലാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം, അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഏതായാലും സാബി അലോൺസോക്ക് കീഴിൽ റയൽ മാഡ്രിഡ് കളിക്കുന്ന ആദ്യത്തെ മത്സരമാണ് ഇത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ 11 എങ്ങനെയാവും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ ഉള്ളത്. കിലിയൻ എംബപ്പെ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല എന്ന് മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അദ്ദേഹം അസുഖബാധിതനാണ്. അതുകൊണ്ട് തന്നെ എംബപ്പെ ഇല്ലാതെയായിരിക്കും സാബിക്ക് ആദ്യത്തെ 11 ഇറക്കേണ്ടി വരിക. ഇപ്പോഴിതാ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഇന്നലെ ഒരു പോസിബിൾ ലൈനപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. സാബി അലോൺസോയുടെ ആദ്യ 11 എങ്ങനെയാവും, അതിന്റെ ഒരു സാധ്യത അവർ വിലയിരുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കോർട്ടുവ തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുതിയ 2 താരങ്ങളെ അവിടെ ഉപയോഗപ്പെടുത്താൻ സാബി തയ്യാറാവും എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിന് ആദ്യ 11-ൽ ഇടമുണ്ടാകും. അതുപോലെ തന്നെ പുതിയ സെന്റർ ബാക്ക് ആയ ഡീൻ ഹുയ്സണും പ്രതിരോധ നിരയിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ. ഇവർക്കൊപ്പം ഡിഫൻസിൽ അസെൻസിയോ അതുപോലെ തന്നെ ഫ്രാൻ ഗാർഷ്യ എന്നിവരായിരിക്കും ഉണ്ടാവുക. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചുവാമിനി അവിടെയുണ്ട്. അതുപോലെ തന്നെ ഫെഡെ വാൽവർദേക്കും ഇടമുണ്ടാകും. ഇനി അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ആർദ ഗുലർ അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ മുന്നേറ്റ നിരയിൽ ഉണ്ടാകും. റോഡ്രിഗോയും സ്റ്റാർട്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെയാണ് മാർക്ക കണ്ടെത്തിയിട്ടുള്ളത്. ഈ താരങ്ങളുടെ പൊസിഷനുകൾ ഏതൊക്കെയാവും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. എംബപ്പെ ഉണ്ടാവില്ല, പകരം റോഡ്രിഗോയും ആർദ ഗുലറും ഒക്കെ അവിടെ ഉണ്ടാകും എന്നതാണ്. ഏതായാലും സാബിയുടെ കീഴിലുള്ള ആദ്യത്തെ പ്രകടനം എങ്ങനെയാകും എന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ ഉള്ളത്. ഒരു കാരണവശാലും അൽ ഹിലാലിനെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. കാരണം അവിടെയും മികച്ച താരങ്ങളെ അവർക്ക് ലഭ്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.